ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഈ ഷോർട്ട് വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുകയില്ല. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അതിനുശേഷം ഞാനൊരു കുറഞ്ഞ ലോങ് വീഡിയോ ഇടുന്നുണ്ട്. അത് കാണാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ സഹോദരിമാരാണ് ഇരിക്കുന്നത്. അവരെ കാണാൻ വേണ്ടിയിട്ട് കേരള സെ പहुंचे സാൻസദ് ദുർഗ് ജയിൽ മേ യേ ഹുവാ. അവിടെ കേരളത്തിൽ വന്ന സാൻസദ് എന്ന് പറഞ്ഞാല് നമ്മളെ എം പിമാരും മറ്റവരൊക്കെ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മളെ മാധ്യമ പ്രവർത്തകന് ചോദ്യം ചോദിക്കാണ്, സവാൽ ഹം ശിക്ഷ और स्वास्थ्य पर कब लड़ेंगे. എന്നാണ് നമ്മൾ ശിക്ഷ, വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും വേണ്ടി, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ വേണ്ടി എന്നാണ് നമ്മൾ തർക്കിക്കുക എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് സ്റ്റാർട്ടാക്കുന്നത്. ഇവർ ഗേറ്റ് കടന്നു വരുന്ന രംഗമാണ് ഞാൻ ഓട്ടിച്ചുകൊണ്ടാണ് കാണിക്കുക. മുഴുവൻ വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കേരളത്തിൽ നിന്ന് വന്ന ആളുകളാണ്. पीछे एक और चीज बताना चाहूंगा कि लोकसभा में आवाज उठती है, आवाज ये उठती है कि आखिर हम तय करने वाले कौन होते हैं या फिर कोई तय करने वाला कौन होता है कि ह्यूमन ट्रैफिकिंग इच्छा से जुड़ रहा है तो वो भी दिखाना मेरा कर्तव्य है. ये तस्वीरें आप देख पा रहे हैं कि किस तरह से दरवाजों ജയിലിന്റെ ഉള്ളിലേക്ക് വരുന്ന രംഗമാണിത്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരും എല്ലാവരും वो भी अब अंदर आ चुके. काफी देर से यहाँ कौन है लेने वाला. आने दिया गया, लेकिन उसी दौरान जब बाइट लेने की कोशिश की गई तो रोका गया है. और इस तरफ से देखिए जिस तरह से धक्का मुक्की की कोशिश भी जारी है. टीम आई हुई है, केरल की मीडिया है, तमाम കേരളത്തിലെ മീഡിയകളുണ്ട്, അവർക്കും വലിയൊരു ഇത് കൊടുക്കണില്ല. लोकसभा में इस चीज की आवाज उठती है और लोकसभा में उठी आवाज दुर्ग जेल जाने की अनुमति. ये तस्वीर के साथ करीबन 8 लोग जो केरल की टीम आई हुई है वो, और जो लोकल यहाँ के जो मसीह समाज के जो लोग थे वो वहां पहुंचे हैं और रोका जा रहा है लगभग मीडिया को. साथ ही किसकी अनुमति ली गई है और उसके बाद जो तस्वीरें आपको लाइव सचिन केरल से टीम आई साथ ही साथ इस पूरे मसले के 1:30 बजे फिर मैसेज आया कि मुश्किल जो वातावरण में जो उनका जो प्रेमचंद्रन जो पुराना संसद है उसके साथ നിങ്ങളിത് കണ്ടല്ലോ.